പാലക്കാട് ചിറ്റൂരിനടുത്ത് വെച്ച് ഇടഞ്ഞ ആന ഒന്നാം പാപ്പാനായ കായംകുളം ശരത്തിനെ ഓടിക്കുകയാണ്. അന്ന് ശരത്തിന് 20 വയസ്സിന് താഴെയാണ് പ്രായം. പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ വഴക്കുള്ള ആനകളെ തിരഞ്ഞുപിടിച്ച് കയറാൻ ആഗ്രഹമുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ. ആന ശരത്തിനെ ഉന്നം വെച്ച് പുറകെ കൂടിയപ്പോൾ നിവൃത്തിയില്ലാതെ മുന്നോട്ടോടി ശരത്തിന്റെ മുൻപിൽ രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നും കണ്ടില്ല. ഒടുവിൽ പകുതിയടഞ്ഞൊരു വാതിൽ തള്ളി തുറന്ന് വീടിനകത്തുകൂടി ഓടിയ ശരത്ത് രക്ഷപ്പെട്ടു. തൊട്ടടുത്ത പാടത്തേക്കോടിയ ശരത്തിനെ നോക്കി കലിപൂണ്ട് നിൽക്കുകയായിരുന്നു ആ കുമ്പൻ. ലക്ഷ്യം വെച്ച ആളെ കിട്ടാതെ വന്നപ്പോൾ ആ വീടിന് സമീപം കിടന്നിരുന്ന ഒരു കാറിനോടായി പരാക്രമം. ആന ശരത്തിന്റെ പുറകെ ഓടുന്നത് കണ്ട് പുറകെ വന്നതായിരുന്നു രണ്ടാം പാപ്പാൻ ജിനീഷ്. ശരത് രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ജിനീഷ് ആനയോടൊന്ന് അടങ്ങുവാൻ പറഞ്ഞത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും വെട്ടിത്തിരിഞ്ഞ ആനയുടെ പുറത്തിരുന്ന ആളുടെ കയ്യിൽ നിന്നും ഒരു വെഞ്ചാമരം താഴെ വീണു. പാപ്പാന്മാരോടുള്ള കലി ആ വെഞ്ചാമരത്തോട് തീർത്ത ആന അതിനെ ചാടിക്കുത്തി. അത് കഴിഞ്ഞ് അടുത്ത 9 മണിക്കൂർ നാടിനെ മുഴുവനും മുൾമുനയിൽ നിർത്തിയ കൊമ്പൻ ഇടയ്ക്ക് പാപ്പാന്മാർ ചങ്ങലക്കെട്ടിൽ തളച്ചു. പക്ഷേ അതൊക്കെ വലിച്ചു പൊട്ടിച്ച് ആനയെ തളിക്കുവാനായി ഒടുവിൽ 2 തവണ മയക്കുവെടി വെക്കേണ്ടി വന്നു. അന്ന് കായംകുളം ശരത്ത് എന്ന ആനപ്പാപ്പനെ കൊല്ലാനായി ഓടിച്ചത് ഇപ്പോഴത്തെ ഊട്ടോളി അനന്തൻ എന്ന ആനയായിരുന്നു. തിരുവനന്തപുരം ഗുരുജി ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴാണ് അനന്തനിൽ കായംകുളം ശരത് ചുമതലയേൽക്കുന്നത്. സീസണിൽ മതപ്പാടുള്ള അനന്തനെയും കൊണ്ടാണ് ശരത്തും മറ്റുള്ള പാപ്പാന്മാരും പരിപാടിക്കെത്തിയത്. മുൻശുണ്ടിക്കാരനായ അനന്തൻ എന്ന ആനയ്ക്ക് ഇടയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അവൻ ഇടഞ്ഞാൽ തളയ്ക്കുക വളരെയധികം പ്രയാസകരമായതിനാൽ ഇടയാതെ നോക്കുക മാത്രമായിരുന്നു പാപ്പാന്മാർക്ക് മുന്നിലുള്ള പോംവഴി. ചിറ്റൂരിലുള്ള ഒരു മാരിയമ്മൻ ക്ഷേത്രത്തിലെത്തിയ അനന്തനെ വൈകുന്നേരം 6 മണിക്കുള്ള മാരിയമ്മൻ പൂജയ്ക്കായി നെറ്റിപ്പട്ടം കെട്ടിയ ശേഷം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇവൻ ഇടയുന്നത്. ദിവസങ്ങളോളമുള്ള ഉത്സവ പരിപാടിയായതിനാൽ പാപ്പാന്മാർക്ക് ശരിക്കും വിശ്രമിക്കുവാനോ ഒന്ന് കുളിക്കുവാനോ സൗകര്യമുണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിലെത്തിയ പാപ്പാൻ ജിനീഷ് ഇടയ്ക്ക് ക്ഷേത്രക്കുളത്തിൽ പോയി ഒന്ന് കുളിച്ചു വരികയുണ്ടായി. കുളിക്കുമ്പോൾ തന്നെ അയാൾ തന്റെ വസ്ത്രങ്ങളെല്ലാം സോപ്പ് കൊണ്ട് നന്നായി തിരുമിയിരുന്നു. ശരീരശുദ്ധി വരുത്തി ക്ഷേത്രത്തിലെത്തിയ ജിനീഷിനെ ആന തിരിച്ചറിഞ്ഞില്ല. പൊതുവെ ആനകൾ പാപ്പാന്മാരെ തിരിച്ചറിയുന്നത് അവരുടെ ഗന്ധം വാടയെടുത്താണ്. ജിനീഷിന്റെ ഗന്ധം കിട്ടാതെ വന്നപ്പോൾ അനന്തൻ ഇടയാൻ പോകുന്നതിന് സൂചന കാണിച്ചപ്പോൾ തന്നെ തൊട്ടു താഴെയിരുന്ന കായംകുളം ശരത് ആനക്കിട്ട് 2 എണ്ണം കൊടുത്തു. ഇത് കണ്ട നാട്ടുകാരിൽ ചിലർക്ക് മുറിമുറിപ്പുണ്ടായി. എന്തിനാണ് വെറുതെ നിൽക്കുന്ന ആനയെ തല്ലിയതെന്നായിരുന്നു. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൈകാലുകൾ കഴുകുവാനായി ശരത്ത് പോകുന്ന സമയത്ത് ആനയെ നോക്കിക്കൊള്ളാൻ ജിനീഷിനോട് പറഞ്ഞു തിരിഞ്ഞതും അനന്തൻ ജിനീഷിനെ കൊമ്പുകണ്ട് അടിക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട ശരത് ആനയെ തടയുവാൻ ശ്രമിക്കുമ്പോൾ അനന്തൻ ശരത്തിനെ ഓടിച്ചു. ഇടഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആർക്കു മുന്നിലും മുട്ടുമടക്കാത്ത അനന്തനെ ഒടുവിൽ മയക്കുവെടി വെച്ചായിരുന്നു തളച്ചത്.